ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ ലിവോണിൻ്റെ ഹെയർ സിറത്തെക്കുറിച്ചുള്ളൊരു റിവ്യൂ ആണ്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാ മിക്കവർക്കും അറിയായിരിക്കും ഈ സിറത്തിനെ കുറിച്ച്. ഞാനിപ്പോൾ പറയാൻ പോകുന്നത് എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസാണ്. ഞാൻ ഇതേവരെ മുടിയിൽ ഒരു സിറം പോലും യൂസ് ചെയ്തിട്ടില്ല. ആദ്യമായിട്ടാണ് ഒരു സിറം യൂസ് ചെയ്യാമെന്ന് വെച്ചത്. അതാണ് ഈ ലിവോണിൻ്റെ സിറാണ് ഞാൻ ഫസ്റ്റ് ടൈമായിട്ട് യൂസ് ചെയ്തത്. അപ്പോൾ എനിക്കുണ്ടായ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെയാണ് ഞാനിതിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ഇത് ഇങ്ങനത്തെ ഒരു പാക്കേജിലാണ് കിട്ടുന്നത്. ഈ സിറം വിറ്റമിൻ ഇ ഉണ്ട്, അതുപോലെ തന്നെ നല്ല ലൈറ്റ് വെയ്റ്റ് ഫോർമുലയാണ്. ഇതിലവർ പറയുന്നത് എല്ലാ ഹെയർ ടൈപ്പിനും ഇത് യൂസ് ചെയ്യാനാണ്. അതുപോലെ തന്നെ നമ്മുടെ മുടി നല്ല സോഫ്റ്റ് ആൻഡ് സിൽക്കി ആക്കും. പിന്നെ ഡാമേജ് പ്രൊട്ടക്ഷനും ഫ്രിസ്നെസ് കൺട്രോൾ ചെയ്യാൻ, അതായത് ചകിരി പോലെ ഇരിക്കുന്ന മുടിയാണെങ്കിൽ അതൊക്കെ കൺട്രോൾ ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും. പിന്നെ ബ്രേക്കേജും ഇങ്ങനെ മുടി പൊട്ടിപ്പോണ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി നല്ല ഷൈനി ഹെയറാക്കി ഇടാനായിട്ട് സഹായിക്കുന്നതാണ് അവർ പറയുന്നത്. പിന്നെ ഇത് എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്നുള്ളതും ഈ ബോട്ടിൽ ഇതിന്മേൽ തന്നെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഷാമ്പു കണ്ടീഷണർ ഇട്ടതിന് ശേഷം അതിൻ്റെ നനവ് കുറച്ച് മാറില്ലേ, ആ മാറുന്ന സമയത്ത് ഇത് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യാണ്ട് മുടിയിൽ മാത്രം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അത്രയേ ഉള്ളൂ. പിന്നെ അതങ്ങനെ വിട്ടു കൊടുത്താൽ അത് മുടി ഉണങ്ങുമ്പോൾ നല്ല ഭംഗിയിൽ കിടക്കുന്നതാണ് അവർ പറയുന്നത്. പിന്നെ ഹെയർ ഡ്രൈ ആയിട്ടിരിക്കുന്ന ഹെയറിലും യൂസ് ചെയ്യാം. അതായത് നമ്മൾ കുളിക്കാത്ത നനവില്ലാത്ത മുടി ഉണ്ടാവില്ലേ, അതിലും ഈ സിറം ഇതുപോലെ സ്കാൽപ്പിലില്ലാണ്ട് മുടിയിൽ മാത്രം പറ്റിയിട്ട് ഒരു കോമ്പ് വെച്ചിട്ട് നന്നായി ചീകി കൊടുത്താൽ നല്ല സോഫ്റ്റ് ആൻഡ് സിൽക്കി ആയിട്ട് കിടക്കുന്നതാണ് പറയുന്നത്. ഇത്ര കാര്യങ്ങളാണ് അവർ ഈ ബോക്സിന് മെൻഷൻ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിന് പ്രൈസ് എന്ന് പറയുന്നത് 60 രൂപയാണ്. 20 ml ഈ ചെറിയ 20 ml ഈ കുപ്പിക്കാണ് 60 രൂപ പറയുന്നത്. പിന്നെ നമ്മൾ ഹെയർ സ്ട്രെയിറ്റൻ ചെയ്യുമ്പോഴും ഹീറ്റ് കൊടുക്കുമ്പോഴൊക്കെ നമ്മുടെ ഹെയറിനൊന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഇങ്ങനത്തെ സിറങ്ങൾ യൂസ് ചെയ്യുന്നത് നല്ലതാട്ടോ. അപ്പോൾ നമുക്ക് ഈ ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് നോക്കാം. അപ്പോൾ ഇതുപോലെ ഒരു കുട്ടി ബോട്ടിലാണ് ഇത് വരുന്നത്. ഞാനൊരു പ്രാവശ്യം യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതിൽ കണ്ട വ്യത്യാസങ്ങളാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നല്ല ക്യൂട്ടായിട്ടുള്ളൊരു പാക്കേജിങ് ആണ്. ഇത് നമുക്ക് ട്രാവൽ ഫ്രണ്ട്ലി ആണ്. നമുക്ക് എവിടെ പോകുമ്പോഴും ബാഗിലിട്ടിട്ട് കൊണ്ടുപോകാനും പറ്റും. അത്രയും ചെറിയൊരു ബോട്ടിലാണ്. ഇനി ഞാനിത് യൂസ് ചെയ്തിട്ടുണ്ട് എക്സ്പീരിയൻസ് ഞാൻ പറയാം. ഞാൻ കുളി കഴിഞ്ഞ് വന്നിട്ട് മുടി ഷാമ്പു കണ്ടീഷണർ ഇട്ട് വന്നതിന് ശേഷം നന്നായിട്ട് തോർത്തി അത് കഴിഞ്ഞിട്ടാണിത് യൂസ് ചെയ്തത്. നനവോട് കൂടിയിട്ട് തന്നെ യൂസ് ചെയ്തത്. സ്കാൽപ്പിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സ്കാൽപ്പിൽ നിന്ന് താഴേക്ക് മാത്രം, മുടിയുമ്മ മാത്രമാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ല സ്മെല്ലാണ് കേട്ടോ. സ്മെല്ലിൻ്റെ കാര്യം പറയാണ്ടിരിക്കാൻ പറ്റില്ല. നല്ല ലൈറ്റായിട്ടുള്ളൊരു മൈൽഡായിട്ടുള്ളൊരു സ്മെല്ലാണ് ഇതിനുള്ളത്. അപ്പോൾ ഞാനത് കഴിഞ്ഞിട്ട് മുടി ഉണങ്ങാൻ വിട്ടു. ഉണങ്ങി കഴിഞ്ഞിട്ടുള്ള ഇത് പറയാമെന്നുണ്ടെങ്കിൽ, എൻ്റെ ഹെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായി പറന്ന് കിടക്കുന്നൊരു ഹെയറാണ്. അധികം വെളിച്ചെണ്ണയില്ലാത്ത മോഡലിങ്ങനെ കിടക്കുന്ന പോലത്തെ ഒരു ഹെയറാണ്. അപ്പോൾ ഇത് മുടിയെ ഒതുക്കുന്നതാണ് അത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത്രയ്ക്കൊന്നും ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒതുങ്ങി കിടക്കുന്നുണ്ടായിരുന്നില്ല. എന്നാലും ഒരു 30-40% നന്നായിട്ട് ഒതുങ്ങി തന്നെ കിടക്കുന്നുണ്ടായിരുന്നു. പിന്നെ വലിയ ഷൈനിങ് ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നിയത്. ഒരു ആവറേജ് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ സോഫ്റ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സൂപ്പർ സോഫ്റ്റായിട്ട് ഇങ്ങനെ നല്ല മിനുസത്തിൽ തന്നെ കിടക്കുന്നുണ്ടായിരുന്നത്. അത് ഒരു വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നി. ഇതൊരു ആവറേജ് പ്രോഡക്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. എന്നാലും നമുക്ക് മുടിയിൽ ഹീറ്റൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു സിറം യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഹീറ്റൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഡയറക്റ്റായിട്ട് മുടിയിൽ ഹീറ്റ് യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഇങ്ങനെ ഒരു സിറം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ മുടീനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും.